കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ഏതൊരു മലയാളിയെയും ഭയപ്പെടുത്തുന്നതാണ്. തിരുവനന്തപുരം ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ ദിക്ഷലും തൃശൂരിൽ 8 വയസ്സുകാരൻ ആൽജോയും ഉറക്കത്തിനിടയിൽ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട വാർത്തകൾ നമ്മുടെ സുരക്ഷാ സങ്കല്പത്തെ തന്നെ ചോദ്യം ചെയ്തു. സ്വന്തം വീടിനുള്ളിൽ സുരക്ഷിതമെന്ന് കരുതിയ കിടപ്പറയിൽ വെച്ച് പിഞ്ചു കുഞ്ഞുങ്ങൾ മരണത്തിന് കീഴടങ്ങുന്നത് അതീവ ഗൗരവത്തോടെ കാണേണ്ടതുണ്ട്. കടുത്ത വേനൽച്ചൂടിൽ നിന്നും രക്ഷ നേടാൻ പാമ്പുകൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി വീടുകളിലേക്ക് എത്തുന്നത് വർദ്ധിച്ചു വരികയാണ്. ഈ സാഹചര്യത്തിൽ ഭീതിയല്ല, മറിച്ച് അറിവും മുൻകരുതലുകളുമാണ് നമുക്ക് വേണ്ടത്. കാലാവസ്ഥാ വ്യതിയാനവും ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് പാമ്പുകൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങാൻ പ്രധാന കാരണം. വേനൽക്കാലത്ത് പുറത്തെ അന്തരീക്ഷ താപനില വർദ്ധിക്കുമ്പോൾ പാമ്പുകൾക്ക് അത് താങ്ങാനാവില്ല. തണുപ്പുള്ള ഇടങ്ങൾ തേടിയുള്ള യാത്രയിൽ അവ വീടിന്റെ തറയിൽ വിള്ളലുകളിലൂടെയോ വാതിലിന്റെ വിടവുകളിലൂടെയോ അകത്തെത്തുന്നു. വീടിനുള്ളിലോ പരിസരത്തോ എലികൾ ഉണ്ടെങ്കിൽ അവയെ പിടിക്കാനായി പാമ്പുകൾ എത്തുന്നതും സ്വാഭാവികമാണ്. ഭക്ഷണാവശിഷ്ടങ്ങൾ അലക്ഷ്യമായി ഇടുന്നത് പരിസരം വൃത്തിഹീനമാക്കുന്നതും എലികളെ ആകർഷിക്കുന്നു. വാരി വലിച്ചിട്ട പഴയ തുണികൾ, പാത്രങ്ങൾ, കട്ടിലിനടിയിലെ ഇരുട്ട് നിറഞ്ഞ ഭാഗങ്ങൾ എന്നിവ പാമ്പുകൾക്ക് സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ പറ്റിയ ഇടങ്ങളാണ്. നമ്മുടെ വീടിനുള്ളിൽ പാമ്പുകൾ പ്രവേശിക്കുന്നത് തടയാനും അഥവാ പ്രവേശിച്ചാൽ കടിയേൽക്കാതിരിക്കാനും നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അടുത്തിടെ നടന്ന മരണങ്ങളിൽ ഭൂരിഭാഗവും സംഭവിച്ചത് നിലത്ത് പായോ മെത്തയോ വിരിച്ച് ഉറങ്ങിക്കിടക്കുമ്പോഴാണ്. പാമ്പുകൾക്ക് നിലത്തൂടെ ഇഴഞ്ഞു നീങ്ങാൻ എളുപ്പമാണ്. അതിനാൽ മുതിർന്നവരായാലും കുട്ടികളായാലും രാത്രികാലങ്ങളിൽ ഉയരമുള്ള കട്ടിലുകളിൽ മാത്രം ഉറങ്ങാൻ ശ്രദ്ധിക്കുക. കട്ടിലിന് ചുവരുകളിൽ സ്പർശനമില്ലെന്ന് ഉറപ്പുവരുത്തുന്നത് കൂടുതൽ സുരക്ഷിതമാണ്.